ഒരു മരുഭൂമിയിൽ ഒരു കൊച്ചു പക്ഷി ഉണ്ടായിരുന്നു. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകും, പച്ചപ്പ് ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ കൊച്ചു പക്ഷിക്ക് കൂട്ടിനാരും ഉണ്ടായിരുന്നുമില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളവും ഇല്ല, ആഹാരത്തിനൊരു വകയും ഉണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും ആകെ വരൾച്ച മാത്രം. അതാകപ്പാടെ വളരെയധികം വെയിലും കൊണ്ട് വളരെ ക്ഷീണിതനായിരുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരിക്കെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കും, വിശപ്പും ഉണ്ട്. എന്നാൽ തൻ്റെ ശരീരത്തിന്റെ അവസ്ഥയും കൂടി വളരെ ദയനീയമായിരുന്നു. തൻ്റെ ചിറകുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതുവഴി ഒരു പ്രാവ് പറന്നു നടക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഈ കൊച്ചു പക്ഷിയുടെ ആ ഒരു ദൃഷ്ടിയിൽ ആ പ്രാവിനെ കാണുകയും പ്രാവിനെ വിളിച്ചു ചോദിച്ചു, സഹോദര, ഒന്ന് താഴേക്ക് വരുമോ? അപ്പൊ ആ പ്രാവ് ആ കൊച്ചു പക്ഷിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തേ വിളിച്ചത്? എന്തേ ഇത്ര ക്ഷീണിതനായിരിക്കുന്നത്? അപ്പൊ ആ കൊച്ചു പക്ഷി തന്റെ സങ്കടങ്ങൾ പറഞ്ഞു. കുറെ കാലങ്ങളായി ഞാൻ ഈ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനൊരു പോംവഴിയില്ലേ? ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ എന്നുള്ളൊരു ചോദ്യം ആ പ്രാവിനോടായിരുന്നു. അപ്പോൾ പ്രാവിനോട് ഈ കൊച്ചു പക്ഷി ചോദിച്ചു, പ്രാവേ, നീ എവിടത്തേക്കാണ് നിന്റെ യാത്ര? എവിടത്തേക്കാണ് നീ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ പ്രാവ് പറഞ്ഞു, ഞാൻ അങ്ങ് സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ കൊച്ചു പക്ഷിയുടെ മനസ്സിൽ എന്തോ ഒരു ചെറിയൊരു പ്രതീക്ഷയുടെ തിളക്കം കാണാൻ തുടങ്ങി. ആ കൊച്ചു പക്ഷി ചോദിച്ചു ആ പ്രാവിനോട്, നീ സ്വർഗത്തിൽ പോകുമ്പോൾ ഭഗവാനോടൊന്ന് ചോദിക്കണം, എൻ്റെ ഈ ദുരിതങ്ങളൊക്കെ എപ്പോഴാണ് മാറുക? ഇതിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊരു മോചനം ഉണ്ടാവുക? അപ്പൊ പ്രാവ് അതിന് സാന്ത്വനമേകി, ശരി, ഞാൻ ചോദിക്കാം, മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ വരാം. അങ്ങനെ പ്രാവ് പറന്ന് സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തന്നെ ഒരു മാലാഖ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ മാലാഖയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഷെയർ ചെയ്തു. ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ ഒരു കൊച്ചു പക്ഷി വളരെ ദയനീയ അവസ്ഥയിൽ ഈ ഒരു ചോദ്യം ഇവിടെ ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പൊ ചോദിച്ചു, എന്തായിരുന്നു? അപ്പൊ പറഞ്ഞു, വളരെയധികം ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരു പക്ഷി, ശാരീരികമായിരിക്കുന്ന അവസ്ഥയും വളരെ ദയനീയമാണ്. അതിൻ്റെ തൂവലുകളെല്ലാം തന്നെ ഉതിർന്നു പോകുമായിരുന്നു. അപ്പൊ അത് ചോദിച്ചു, ഈ കഷ്ടപ്പാടിൽ നിന്നും എനിക്ക് എപ്പോഴാണ് ഒരു മോചനം? അപ്പൊ ഇത് കേട്ട ആ ഒരു മാലാഖ പറഞ്ഞു, ഇനിയും 10 വർഷങ്ങൾ കൂടിയുണ്ട് ഇതിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ നീങ്ങാൻ വേണ്ടി. അത്രയും വർഷം ഇനിയും ഇത് സഹിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പ്രാവ് ചോദിച്ചു, അയ്യോ, അപ്പോ അതിന് ഈ ഉത്തരം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് കേട്ട ഉടനെ ആ കൊച്ചു പക്ഷി വീണ്ടും വിഷമത്തിലാകും, വീണ്ടും അങ്ങേയറ്റ ദയനീയ അവസ്ഥയിലേക്ക് പോവില്ലേ? ഇതിന് വേറൊരു പോംവഴി ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ മാലാഖ പറഞ്ഞു, കഷ്ടപ്പാട് എന്തായാലും ഉണ്ടാകും, എന്നാലും 10 വർഷത്തോളം ഈ കഷ്ടപ്പാടുണ്ട് എന്ന് ആ പക്ഷിയോട് പറയരുത്. പകരം ആ പക്ഷിയോട് പറയണം, എത്ര തന്നെ ദുരിതമുണ്ടെങ്കിലും എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ഒറ്റ വാക്ക് എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കാൻ പറഞ്ഞു. ശരി, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ മാലാഖ പറഞ്ഞു, എല്ലാത്തിനും ഭഗവാനെ ഞാൻ അങ്ങയ്ക്ക് നന്ദിയുള്ളവനായിരിക്കുന്നു. എല്ലാത്തിനും ഭഗവാനോട് ഓരോ സെക്കൻഡും എന്ത് ജീവിതത്തിൽ കടന്നു പോയാലും എല്ലാത്തിനും ഭഗവാനെ അങ്ങയ്ക്ക് നന്ദി എന്നുള്ളൊരു വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ സന്ദേശമായി മടങ്ങി പ്രാവ് ആ പക്ഷിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഉപദേശം നൽകി. അവിടെ നിന്നും നിനക്കുള്ള സന്ദേശം ഇതായിരുന്നു, എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നീ ഈ വാക്ക് മാത്രം ഉച്ചരിക്കണം, മനസ്സുകൊണ്ട് നീ അത് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? അപ്പൊ സെയിം വാക്ക് പറഞ്ഞു കൊടുത്തു, എല്ലാത്തിനും ഭഗവാനെ നിനക്ക് നന്ദി എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഒരു കര കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ആ കൊച്ചു മനസ്സിൽ ആ പക്ഷിക്കുള്ളിൽ വന്നപ്പോൾ പക്ഷി തീരുമാനിച്ചുറപ്പിച്ചു, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഈ വാക്കിന്റെ മനസ്സുകൊണ്ട് പറയുമെന്നുള്ളത്, എല്ലാത്തിനും ഭഗവാന് നന്ദി പറയുക എന്നുള്ളത്. അന്ന് മുതൽ, ആ നിമിഷം മുതൽ തന്നെ അത്ര ദാഹമുണ്ട്, അത്ര അധികം വിശപ്പുമുണ്ട്, പോരാത്തതിന് ശരീരത്തിന്റെ അവസ്ഥകളും അങ്ങനെയാണ്, തുവലുകളൊക്കെ കൊഴിയാൻ തുടങ്ങി. ഓരോ സെക്കൻഡും
ഈ പക്ഷി പറയാൻ തുടങ്ങി, ഭഗവാനെ എല്ലാത്തിനും നിനക്ക് നന്ദി. അങ്ങനെ 10 ദിവസം കടന്നപ്പോൾ ഏതോ ഒരു ശക്തി തൻ്റെ തൂവലുകൾക്കൊക്കെ ശക്തി പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള തോന്നലുണ്ടായി. കൊഴിഞ്ഞുപോയി ഒത്തിരി തൂവലുകൾ, പക്ഷെ തിരിച്ചു വന്ന തൂവലുകളൊക്കെ വളരെ ശക്തിയുള്ളതായിരുന്നു. പതുക്കെ പതുക്കെ കാർമേഘങ്ങൾ കൂടാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി, വെള്ളം ഭൂമിയിൽ പതിയാൻ തുടങ്ങി, പച്ചപ്പ് പതുക്കെ പതുക്കെ തളർച്ചു വളരാൻ തുടങ്ങി. അതോടെ വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറുകയും ആ കൊച്ചു പക്ഷി തന്റെ ആ ഒരു ദയനീയ അവസ്ഥയിൽ നിന്നും പറന്നുയർന്ന അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. 10 ദിവസം കഴിഞ്ഞ് ഈ പ്രാവ് പറന്ന് വീണ്ടും അതേ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചപ്പോൾ കണ്ടത് മൊത്തത്തിലൊരു മാറ്റമാണ്. വരണ്ടു കിടന്നിരുന്ന ആ മരുഭൂമിയിൽ വെള്ളവും പച്ചപ്പും, അതുപോലെ ഈ മരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഈ കൊച്ചു പക്ഷി വളരെയധികം ശക്തനായി പറന്നുകൊണ്ട് നടക്കുന്ന സന്തുഷ്ടനായിരുന്നത് കണ്ടു. വളരെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ അവിടെ ഇറങ്ങാതെ തന്നെ ആ പ്രാവ് നേരെ പോയത് സ്വർഗത്തിലാണ്. വീണ്ടും അതേ മാലാഖയുടെ അടുത്ത് എത്തി. എന്നിട്ട് ചോദിച്ചു, അങ്ങല്ലേ പറഞ്ഞത് ആ പക്ഷിക്ക് ഇനിയും 10 വർഷങ്ങളോളം ഇതേ ദുരിതത്തിലൂടെ പോകണമെന്ന്? ഇത് 10 ദിവസം കൊണ്ട് ഇത്രയും പെട്ടെന്നൊരു മാറ്റം എങ്ങനെ ഉണ്ടായി? അപ്പൊ അവര് പറയുകയാണ്, ആ മാലാഖ, അവരവരുടെ കയ്യിൽ തന്നെ ഉണ്ട് അവരവരുടെ തലയെഴുത്തിനെ മാറ്റാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം നമ്മുടെ ആന്തരിക മനസ്സുകൊണ്ട് ഉള്ളൊരുകിക്കൊണ്ട് ഭഗവാനോട് സന്തോഷത്തോടെ ആത്മാർത്ഥത്തോടെ എന്നിൽ എന്തുണ്ടോ, എൻ്റെ മുന്നിൽ എന്തൊക്കെ സംഭവിക്കുന്ന എല്ലാത്തിനും ഭഗവാന് നന്ദി എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ നമ്മൾ കാണുമ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്ത്? പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന കാര്യമാണ്, ഭഗവത്ഗീതയിൽ പോലും നമ്മൾ കേട്ടിരിക്കുന്ന കാര്യമാണ്, എന്ത് നടക്കുന്നോ എല്ലാം നല്ലതിന്, എന്ത് നടന്നു പോയോ എല്ലാം നല്ലതിന്, നടന്നുകൊണ്ടിരിക്കുന്നതും നല്ലതിന് എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ പുച്ഛഭാവത്തോടെയാണ് നമ്മൾ കാണാറുള്ളത്. കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കും, നമ്മൾ വളരെ ഉത്സാഹത്തോടെ അവരോട് പറഞ്ഞു കൊടുക്കും എല്ലാം നല്ലതിന് എന്നുള്ളത്. അതേസമയം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഇതൊരിക്കലും നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആകാറില്ല. കാരണം നമ്മൾ ചിന്തിക്കും, ഇതാണോ നല്ലത് സംഭവിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എപ്പോഴാണ് നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി എല്ലാത്തിനെയും കാണാൻ പറ്റുന്നത്? കാരണം ഏകകാല ദൃഷ്ടിയിൽ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കാണാൻ. പക്ഷെ നമ്മളുടെ പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട് മുന്നിൽ, ഇത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ അത് നല്ല ദിവസങ്ങളാകാം, അതോ മോശ ദിവസങ്ങളാകാം, നല്ല അവസ്ഥ ഉണ്ടാകാം, മോശ അവസ്ഥകൾ ഉണ്ടാകാം. ഏതൊരു അവസ്ഥയിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ യൂണിവേഴ്സൽ പവറിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫാദർ പ്രപഞ്ചനാഥനോട് ഞാൻ നന്ദി ഉള്ളവനായിരിക്കുമ്പോൾ, എല്ലാത്തിനും നന്ദി ഭഗവാനെ എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പഴയ കാർമിക് അക്കൗണ്ടൊക്കെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവിടെ എന്ത് സംഭവിച്ചത്? ആ കൊച്ചു പക്ഷിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായത്. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ സങ്കല്പം കൊണ്ട് തന്നെ എൻ്റെ തലവരയെ എനിക്ക് മാറ്റി എഴുതാൻ സാധിക്കും. അത് വളരെ നിശ്ചയിച്ച കാര്യമാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഈ ശ്രമം നടത്തേണ്ടതാരാ? അത് ഞാൻ തന്നെയായിരിക്കും. എൻ്റെ പ്രതി മറ്റൊരാൾ നല്ലത് എത്ര തന്നെ ചിന്തിച്ചാലും എൻ്റെ തലയെഴുത്ത് മാറ്റാൻ വേണ്ടി എൻ്റെ സങ്കല്പങ്ങളെ തന്നെ ഞാൻ പോസിറ്റീവാക്കി മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഈശ്വരനോട് നന്ദി രേഖപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇല്ലായ്മകൾ മാത്രം കാണുന്നതല്ല, ഭഗവാൻ നമുക്ക് ഒത്തിരി കാര്യം തന്നിട്ടുണ്ട്, അതിന് ഭഗവാനോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ദശകളും ദിശകളും എല്ലാം മാറി മറിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും.